ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഇന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വ്യാഴാഴ്ച രാത്രി 12 മണി വരെയാണ് ഇപ്പോൾ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് വെള്ളിയാഴ്ചകളിലാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീക്കെൻഡുകളും ലാലേട്ടൻ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തുന്നത്. ശനിയും ഞായറും ഉള്ള എപ്പിസോഡ് ഈ പറയുന്ന വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയും ഷൂട്ട് ചെയ്യും. നമ്മുടെ സൺഡേയിലെ വീക്കെൻഡ് എപ്പിസോഡായിരിക്കും ഉച്ചക്ക് 1:30 മുതൽ രാത്രി വരെയും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതായിരിക്കും, കണ്ടസ്റ്റൻസിനെ കാണുന്നതായിരിക്കും. ഈ ഒരു 10ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഒരു വീക്കെൻഡിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഇവർ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമെന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയില്ല. അതൊക്കെ ഷോയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലും ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളുടെ അടിസ്ഥാനത്തിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് കണ്ടസ്റ്റൻസിനാണ് ഈ പറയുന്ന ഏറ്റവും താഴ്ന്ന വോട്ടിംഗ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വോട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു. അതായത് അനീഷ് ഉണ്ടായിരുന്നു, അനുമോൾ ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന അനീഷൊക്കെ എങ്ങനെയൊക്കെ പോയാലും ഏറ്റവും ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ സേവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും. അനുമോളുടെ കേസിലും ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഷാനവാസിൻ്റെ കാര്യത്തിലും പുള്ളിക്കാരൻ സേവ് ആയിട്ടുണ്ടാവും. ഏകദേശം അക്ബർ ഖാനും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ സേവ്ഡ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. വേദലക്ഷ്മിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊതുവെ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഒരു എക്സ്പെക്റ്റേഷൻ. ഈ ഒരു വീക്കെൻഡിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യൻ ആയിരിക്കും. ബിന്നിയുടെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് ബിന്നി ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ബിന്നിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബിന്നി സെബാസ്റ്റ്യൻ ഈ ഒരു വീക്കിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. അതുകൂടാതെ ഈ ഒരു വീക്കെൻഡിൽ ബിന്നി കൂടാതെ ഒരു മത്സരാർത്ഥിയും കൂടി പുറത്ത് പോകുമെങ്കിൽ അത് നേവിൻ അല്ലെങ്കിൽ സാബുമാൻ ആയിരിക്കും. നേവിൻ്റെ കേസിൽ നേവിൻ അത്യാവശ്യം ഒരു എൻ്റർടൈനർ ആണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇതുവരെയും കൃത്യമായ ഒരു ഇടം പിടിക്കാനായിട്ട് നേവിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ നേവിനും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥിയാണ്. അതുകൂടാതെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി സാബുമാൻ ആയിരിക്കും. സാബുമാനും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകളിലൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സാബുമാൻ പല പ്രാവശ്യവും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു മത്സരാർത്ഥിയാണ് പല നോമിനേഷനുകളിലും. ഈ ഒരു നോമിനേഷനിലും സാബുമാൻ രക്ഷപ്പെട്ടു പോകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് സാബുമാൻ വോട്ടിങ്ങിൽ പിന്നിൽ തന്നെ ആയിരുന്നു. അപ്പോൾ 3 മത്സരാർത്ഥികളാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. ഒന്ന് സാബുമാൻ, മറ്റേത് ബിന്നി സെബാസ്റ്റ്യൻ, മൂന്നാമത് നേവിൻ ആയിരിക്കും. അതുകൂടാതെ വേദലക്ഷ്മിയുടെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വേദലക്ഷ്മിക്ക് വോട്ടിൻ്റെ കാര്യം. വേദലക്ഷ്മിയുടെ കേസിൽ നമുക്ക് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വേദലക്ഷ്മിക്ക് വലിയ സപ്പോർട്ട് ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ബിഗ് ബോസിൽ പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷനും പ്രഡിക്ഷനൊക്കെ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും ഈ പറയുന്ന പോലെ നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വോട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് അതേ കണ്ടസ്റ്റൻസിന് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുന്ന കേസ് ഭയങ്കര സംശയമാണ്. ആരും അങ്ങനെ ചെയ്യാറില്ല. പലപ്പോഴും പല ആളുകളും ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങിൻ്റെ കേസ് മറന്നുപോകും. പക്ഷേ ഇവർക്ക് ഉപകാരപ്പെടുന്നതാകെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്ന വോട്ടുകൾ മാത്രമാണ്. നമ്മൾ ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ ഇവരുടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഇവർക്ക് സപ്പോർട്ട് അറിയിച്ച് എന്താണ് ഇത്രയും സപ്പോർട്ട് അവർക്കുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പുറത്തായതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. കാരണം ഈ പറയുന്ന ആരും ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് ഇവർക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ടിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എവിക്ഷൻ വരുന്ന സമയത്ത് ഇന്നാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ്. വീക്കെൻഡ് നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി നമുക്ക് ശനിയാഴ്ച ഏത് കണ്ടസ്റ്റൻ്റാണ് പുറത്ത് പോയതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് പോകുന്നതെന്ന്. പക്ഷേ വീഡിയോസ് ഇടുന്നില്ല. ഷോയുടെ ക്യൂരിയോസിറ്റി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടില്ല. പക്ഷേ ഈ പറയുന്ന
എന്താണ് ഇന്ന് ഉച്ചയോടനുബന്ധിച്ചുകൊണ്ട് ആരായിരിക്കും ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പോയതെന്നും ഇന്ന് രാത്രിയോടനുബന്ധിച്ചുകൊണ്ട് സൺഡേയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പോയത് ആരാണെന്നും അറിയാനായിട്ട് സാധിക്കും. ഒരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടസ്റ്റൻസ് ഈ ഒരു വീക്കിൽ പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും അധികം സാധ്യത ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ബിന്നി സെബാസ്റ്റ്യൻ, സാബുമാൻ, നേവിൻ, ഇവർ 3 പേരും കൂടാതെ ആണെങ്കിൽ ചെറിയൊരു സാധ്യത വേദലക്ഷ്മിക്കും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ബിഗ് ബോസിൽ എങ്ങനെയൊക്കെയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് കിട്ടിയെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്